സാധാരണ എടുക്കണവനില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അമ്മേനെ കൊണ്ടാട്ടോ അത് ക്യാമറ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രഞ്ച് ബ്രെഡ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഫ്രഞ്ച് ബ്രെഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ബ്രെഡൊക്കെ പോലെ തന്നെ ഉണ്ടാവും, നമ്മുടെ ബന്നൊക്കെ പോലെ തന്നെയാണ് ഏകദേശം. പക്ഷെ അതിൻ്റെ ഷേപ്പിലും അതേപോലെ തന്നെ കളറിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രി ഉണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്ര ടൈമിനുള്ളിലാണ് നമ്മൾ ഉണ്ടാക്കി തരുന്നത് വിചാരിക്കുന്നത്. ഇപ്പോൾ രാത്രിയാണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻഡോറിലൊക്കെ ഷൂട്ട് ചെയ്യണം, ഇൻഡോർ ഒക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് കടക്കാൻ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതിന് ആദ്യമായിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ ഈസ്റ്റ് മതി, നമുക്ക് ധാരാളമാണ്. എന്നിട്ട് 1 സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം 1 സ്പൂണ് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത്തിരി വെള്ളമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്തിരി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇളക്കിയെടുക്കുമ്പോൾ എന്താവുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളൊരു 5-6 സ്പൂണ് വെള്ളം എന്നുള്ള ഒരു കണക്കിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ അടുത്ത് എടുക്കുന്നത് ഇതുപോലെ വലിയൊരു ബൗളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ബൗളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതിലോട്ട് നമ്മൾ ഇതുപോലെ 1 കപ്പിൽ ഫുള്ള് മൈദ എടുത്തിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റിലാണ് കേട്ടോ എടുത്തിരിക്കുന്ന മൈദ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഒരു അരിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഈ മൈദ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിയ വലിയ പീസസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫിൽറ്റർ ചെയ്യണത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നമുക്ക് ഫൈൻ ഗ്രെയിൻസ് ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഏകദേശം 1 നുള്ളു ഉപ്പ് എന്നുള്ളൊരു കണക്കിലെടുത്താൽ മതി കേട്ടോ. കാരണം അധികം ഉപ്പൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിന്. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 1 സ്പൂണ് പഞ്ചസാര കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് നല്ല മധുരം വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ടോളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെഡിന് മധുരം കൂടും. അപ്പോൾ നമുക്കിനി എന്തായാലും ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് അത് പിടിച്ച് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതുപോലെ നടുവിലൊരു കുഴി ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നിട്ട് നല്ല ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട് കണ്ടോ, കാണുമ്പോൾ തന്നെ. അതിനെ നമ്മൾക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തമായി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ, അതുപോലെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചൂടിലാണ് ഇപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതുപോലെ നല്ല അടിപൊളിയെ കുഴച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഗ്രാനൈറ്റിലാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ നല്ല നീറ്റായിട്ട് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലോർ എടുക്കാം. എന്നിട്ട് നമുക്കിത് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഇതെന്തിനാണെന്ന് വെച്ചാൽ താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഫ്ലോർ ഇട്ടിട്ടാണ് ഇനി കുഴച്ചെടുക്കാൻ പോണത്. നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം ഇത് കുഴച്ചെടുക്കണോ അത്രത്തോളം സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തു. എത്ര ടൈം എടുത്ത് കുഴയ്ക്കാൻ പറ്റുമോ അത്രയും ടൈം എടുത്ത് കുഴച്ചോളൂ. എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും അത് ഇതുപോലെ റൗണ്ടാക്കി ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുകയാണ്.
ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുഴച്ച ആ ബൗളുണ്ടല്ലോ അതിനുള്ളിലോട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സൈസ് ശ്രദ്ധിച്ചോ, ഏകദേശം ഇത്ര സൈസിലാണ് ഇത് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് നനച്ച തുണിയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ നനച്ചെടുത്ത ഒരു ടവലോ തോർത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കും. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ പതുക്കെ ഒന്ന് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ടാവും, ചെറുതായിട്ട് എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇട്ടുകൊണ്ടുള്ള ഗുണമാണിത്. അതിനുള്ളിൽ തനി എയർ ബബിൾസ് ഫോം ആയിട്ട് അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് കുറച്ച് ഇതുപോലെ നമ്മൾ നേരത്തെ ഇട്ട പോലെ കോൺഫ്ലോർ സൈഡിലൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഫോം ചെയ്തിട്ടുള്ള എയർ ബബിൾസ് ഉണ്ടല്ലോ അത് നമ്മൾ പൊട്ടിച്ചു കൊടുക്കാൻ പോണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈവച്ചൊക്കെ ഒന്ന് ഇടിച്ചൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വീണ്ടും നമുക്കിതിനെ ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ടാക്കി എടുക്കാം. റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിലോട്ട് നമ്മുടെ ചപ്പാത്തി പരത്തണ ഇതുണ്ടല്ലോ ഈ സാധനം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. പക്ഷെ ചപ്പാത്തി അത്ര നമ്മൾ തിന്നാക്കി പരത്തണമെന്നില്ല, അതിനെക്കാട്ടിൽ കുറച്ച് കട്ടിയിൽ പരത്തിയാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്തിട്ട് നമ്മൾ ഏകദേശം നല്ല വൃത്തിക്ക് ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗ്യാപ്പൊന്നും വരാത്ത പോലെ കുറച്ചൊന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ പറ്റി അങ്ങനെ റോൾ ചെയ്യാം. അങ്ങനെ നമ്മൾ ഏകദേശം വൃത്തിക്കൊക്കെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കുക, കാരണം റോളാണെന്ന് അറിയാത്ത വിധത്തിൽ. അതിന് ശേഷം നമുക്ക് ഈ സൈഡ് ഉണ്ടല്ലോ അതുകൂടെ പുറത്തുള്ള ലെയർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ വിതറിയിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കോൺഫ്ലോർ പൊടിയിട്ടത്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഇതുപോലെ അടച്ചിട്ട് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് സൂക്ഷിക്കാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി എന്തായാലും ഈ തണുത്ത തുണി ഒന്ന് മാറ്റാം. ഇപ്പോൾ കണ്ടോ അത് എത്രത്തോളം വ്യത്യാസം വന്നു അതിൽ. അത് കുറച്ചുകൂടെ ഇങ്ങനെ വലുതായിട്ടുണ്ട്, ബൾജായിട്ടുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഫീല് കിട്ടുന്നുണ്ടാവും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരയിട്ട് കൊടുക്കാം കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്കത് ബേക്കായി കിട്ടാനാണ് നമ്മൾ ഇതുപോലെ വരയിടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നടുവിലും കൂടെ ഒന്നിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല തുറന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നടുവിൽ കൂടെ ഇട്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ എടുത്ത് നേരെ നമ്മുടെ സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് ഒരു 5 മിനിറ്റ് സ്റ്റൗ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ അതിന് മുകളിലോട്ട് ചെറിയൊരു കപ്പ് പോലൊരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലോട്ടാണ് നമ്മളിത് ഇറക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് എന്തായാലും ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണിത്. നമ്മുടെ ബ്രെഡൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗണിഷ് ആയിട്ടുണ്ട് സൈഡൊക്കെ. നമുക്കിനി ഇതിന് എന്തായാലും നമ്മുടെ സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇനി എന്തായാലും നമുക്കിത് അധികം വൈകാതെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിരിക്കുകയാണ്, കണ്ടല്ലോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഈ ഭാഗമൊക്കെ ബ്രൗൺ ആയിട്ട് നമ്മൾ അങ്ങനെ ബ്രൗൺ ആക്കിയതാണ്, കാരണം ഫ്രഞ്ച് ബ്രെഡ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു ബ്രൗണിഷ് ആയിരിക്കും ഈ ഭാഗം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം ബണ്ണ് പോലെ തന്നെയൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തുകൊണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ, നിങ്ങളുടെ മുന്നിൽ തന്നെ. കണ്ടോ, കറക്റ്റ് നമ്മുടെ ബ്രെഡൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെയുണ്ടാവും ബ്രെഡ് അതേപോലെ തന്നെ ഇല്ലേ കാണാൻ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ട് കേട്ടോ ഗൈസ്. കറക്റ്റ് നമ്മൾ ബ്രെഡ് കഴിക്കണത് അല്ലെങ്കിൽ ബണ്ണൊക്കെ വാങ്ങി കഴിക്കണം അതേപോലെ തന്നെ ഉണ്ട്. നമ്മുടെ അമ്മയാണിന്ന് ക്യാമറമാൻ ഇല്ല, നമ്മുടെ സാധാരണ എടുക്കണവനില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അമ്മേനെ കൊണ്ടാട്ടോ അത് ക്യാമറ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പം അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, എങ്ങനെയായിട്ട് പറയൂ.
ഗൈസ് അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കട്ടെ. വീട്ടിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമല്ലേ. നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും തോന്നുന്നു. കാരണം ഫുള്ളായിട്ട്, അതായത് കുക്കിങ്ങിന് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഇത് നമ്മൾ പറഞ്ഞല്ലോ ഒരു 15 മിനിറ്റ് നമ്മൾ ഇടയിലൊന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ ടൈം മാത്രം നമുക്ക് കുറച്ച് സമയം പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് മൈദ മാത്രമല്ല ആവശ്യമുള്ളൂ, ബാക്കി ചെറിയ ചെറിയ സാധനങ്ങളില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കിട്ടും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുമായിരിക്കും. ടാറ്റാ.